ഉറക്കെ കരയാൻ പോലും അവളുമാർക്ക് അവസരം കൊടുക്കരുത്. അങ്ങനെ വേണം പൂട്ടാൻ. ഉൾക്കാട്ടിൽ കയറി കഴിഞ്ഞാ പിന്നെ ശബ്ദം പോലും പുറത്തെത്തില്ല. ദശപുഷ്പം പറിക്കാനൊക്കെ ഉൾക്കാട്ടിലേക്ക് കയറുമോ? പുറത്തെങ്ങും ഇല്ല, ഉൾക്കാട്ടിലേക്ക് കയറിയേ പറ്റൂ. പച്ചമരുന്ന് പറിക്കാൻ വരുന്നവര് സാധാരണ അങ്ങനെ ചെയ്യാറ്. കാടുമുഴി അരിച്ചു പറക്കിയില്ലേ? അക്കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനും കാട്ടിനകത്തില്ലല്ലോ. ഇല്ല സർ. ഇന്ന് ആയിരങ്കണ്ണിയിലെ ചടങ്ങിന്റെ കാര്യം അറിയാവുന്നതുകൊണ്ട് ദേവീകോപത്തിന് കാരണമാവെന്നും പറഞ്ഞ് ആരും കയറില്ല. എങ്കിൽ തയ്യാറായിരിക്കണം. വാടാ. ഇതെന്താ ഇങ്ങനെ നടക്കുന്നേ? ക്ഷീണിച്ചോ? ഇല്ല, ഉള്ളിലേക്ക് വരുന്തോറും ഇതിന്റെ ഭീകരത കൂടിക്കൂടി വരികയാണല്ലോ. അങ്ങനെയല്ലേ കാട്. അല്ല നന്ദിനി, ഇതേപോലുള്ള കാട്ടിലൊക്കെ നീ നേരത്തെ പോയിട്ടുണ്ടോ? ഇത്രയും വലിയ കാട്ടിലൊന്നും ഞാൻ കയറിയിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ നാട്ടില് വലിയ വലിയ കാവുകളൊക്കെ ഉണ്ട്. വലിയ മരങ്ങളും അതിനകത്ത് ഇരുട്ടൊക്കെ ആയിട്ട് അതിനകത്തൊക്കെ ഞങ്ങൾ ഓടിക്കളിക്കാറുണ്ട്. അവിടെ നല്ല പഴങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ പറിച്ചെടുക്കും. വെറുതെ അല്ല ദശപുഷ്പം പറിച്ചെടുക്കാനുള്ള മത്സരം വെച്ചത്. ആ കൂട്ടത്തില് പെട്ട ഒരെണ്ണം പോലും ഈ ഭാഗത്തൊന്നും കാണാനേ ഇല്ല. അവസാനം ഒന്നും കിട്ടാതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുമോ? എന്നാ പിന്നെ നമ്മൾ പുറത്തിറങ്ങുന്നില്ല. ഈ കാടിനകത്തൊന്നും ദശപുഷ്പം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലേ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താ? മത്സരമൊക്കെ പൂർത്തിയാവും. ആയിരങ്കണ്ണി ദേവി നിസ്സാരക്കാരിയല്ല. വാ. സൂക്ഷിച്ച് പിടിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ വയറടിച്ച് വീണേനെ. താങ്ക്സ്. അതെ, എന്റെ കൂടെയുള്ളതേ ഒരു ഗർഭിണി കൊച്ച. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചല്ലേ പറ്റൂ. ഇവിടുന്ന് അങ്ങ് ഉൾക്കാട്ടിലേക്ക് കയറണമെന്ന് തോന്നുന്നു. എന്താ ഈ കാടിന്റെ സ്വഭാവം ഒന്നും അറിയില്ല. കാടിനങ്ങനെ നല്ല സ്വഭാവം ചീത്ത സ്വഭാവം എന്നൊക്കെ ഉണ്ടോ? ചില കാടിനകത്തൊക്കെ പോയാലേ പരസ്പരം കാണാൻ പോലും പറ്റാത്ത ഇരുട്ടായിരിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്ക? നമ്മളെങ്ങനെയാ പുറത്തിറങ്ങുന്നത്? അതിനിടയില് അപ്രതീക്ഷിതമായിട്ട് വല്ല മൃഗങ്ങളും വന്നാ അതോടെ തീർന്നു. അയ്യോ, പറഞ്ഞു പേടിപ്പിക്കല്ലേ. ഒരു പോലീസുകാരിയാ. യൂണിഫോമിലായിരുന്നെങ്കിലേ ഞാനിപ്പോ കണ്ണും പൂട്ടി അങ്ങ് പോയേനെ. എത്രയോ ഡ്യൂട്ടികൾ അങ്ങനെ ചെയ്യുന്നതാ. പാതിരാത്രി കഴിയും ശവത്തിനും മറ്റും കാവലിരിക്കുന്നത്. എന്നാ വാ നടക്ക്. വേറുണ്ട്, സൂക്ഷിച്ച്. എന്താ കാർത്തിക? പത്മേടത്ത് എവിടെയാ? ഞാനിവിടെ മത്സരം നടക്കുന്ന ക്ഷേത്രത്തിന്റെ പരിസരത്തുണ്ട്. ഞങ്ങൾ കാട്ടിനകത്തുണ്ട്. അവൾ ഞങ്ങളുടെ കൺമുന്നിൽ എത്തിക്കഴിഞ്ഞു. കാർത്തികേയൻ, നീ നിന്റെ വൈരാഗ്യം തീർക്കുന്നതൊക്കെ ഓക്കെ. എന്നെ ബാധിക്കുന്നൊന്നും അവിടെ നടക്കരുത്. ഒരു കുഴപ്പമില്ല. ഉൾക്കാട്ടിൽ കയറിയവരെ കാണാതാവുമ്പോ എല്ലാവർക്കും കാട്ടിനകത്തേക്ക് കയറേണ്ടി വരും. പക്ഷേ അവരെത്ര തെരഞ്ഞാലും രണ്ടിനെയും കണ്ടെത്തില്ല. ആ മഞ്ജു പാവ, അവളോട് തനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. വലിയൊരു മരം വീഴുമ്പോ അതിന്റെ താഴെയുള്ള മരങ്ങൾ ഒടിഞ്ഞു പോവില്ലേ പത്മേടത്തി? അങ്ങനെ കരുതിയാ മതി. 2-3 ദിവസം കഴിയുമ്പോ അവരെവിടെയെങ്കിലും ചത്തു മരച്ചു പൊങ്ങിയെന്നൊരു വാർത്ത വരും. അതോടെ എന്റെ ശത്രുതയും പത്മേടത്തിന്റെ വീട്ടിലെ പ്രശ്നങ്ങളും അവസാനിക്കും. കാർത്തികേയ, അതും വേണ്ട. കൂടുതൽ സംസാരിച്ച പത്മേടത്ത് ചിലപ്പോ ഇത് ചെയ്യണ്ടെന്ന് പറയും. കാര്യം കാർത്തികന് വിട്ടേര്. ഇനി എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട. എല്ലാം കഴിഞ്ഞ് കാടിന് പുറത്തെത്തിയിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. മഞ്ജു, അതാ പോവാൻ കൂടുന്നില്ല.
കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതിന്റെ പേരറിയില്ലായിരുന്നു. ആ, അപ്പോ ബാക്കിയെല്ലാം ഇവിടെ തന്നെ കാണും. ഒരെണ്ണം നമ്മുടെ കയ്യിൽ എത്തിയല്ലോ. വാ. മഞ്ജു, നമുക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. അടുത്തതും കണ്ടു. ഇതാണ് കറുക. മഞ്ജു ഇത് കണ്ടിട്ടുണ്ടോ? ഇത് ഇന്നലെ ഫോണിൽ നോക്കിയപ്പോ കണ്ടു. രാത്രി മുഴുവൻ എന്നെ ദശപുഷ്പം പഠിപ്പിക്കലായിരുന്നല്ലോ ഹിരേട്ടന്റെ ജോലി. വാ. അതാ തിരുതാളി. അങ്ങനെ തിരുതാളിയും കിട്ടി. വെറുതെ അല്ല എല്ലാവരും പറയുന്നത്, ചവിട്ടുന്ന പുല്ലിന്റെ പേര് പോലും നിനക്കറിയാന്ന്. അത് വലിയ ബുദ്ധിശക്തി ഉണ്ടായിട്ടൊന്നും അല്ല. ജീവിക്കാനുള്ള പെടാപ്പാടിനിടയില് അറിയാതെ കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതോ. ഇനിയിപ്പോ എന്തായാലും ധൈര്യമായി. ദശപുഷ്പം കൊണ്ട് നമ്മൾ പുറത്തു പോവും. വാ. നിക്ക്.